നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. നോട്ടിംഗ്ഹാംഷെയറിലെ 20 കൗൺസിലർമാർ സ്റ്റാർമർ നേതൃത്വത്തിന്റെ പേരിൽ ലേബർ പാർട്ടി വിട്ടു. നോട്ടിംഗ്ഹാംഷെയറിലെ ബ്രോക്സ്റ്റോവ് ബറോ കൗൺസിലിലെ 20 കൗൺസിലർമാർ ലേബർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. സർ കെയർ സ്റ്റാർമറിന്റെ നേതൃത്വത്തോടുള്ള അതൃപ്തിയും പാർട്ടി പരമ്പരാഗത ലേബർ മൂല്യങ്ങൾ ഉപേക്ഷിച്ചുവെന്നും അവകാശപ്പെട്ടു. 42 വർഷമായി ലേബർ അംഗമായ കൗൺസിൽ നേതാവ് മിലാൻ റെഡിലോവിച്ച് ഉൾപ്പെടെയുള്ള സംഘം ശൈത്യകാല ഇന്ധന പേയ്മെന്റുകളുടെ മാർഗങ്ങൾ പരിശോധിക്കുന്നത് പോലെയുള്ള നിരവധി നയ തീരുമാനങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ചു. ഡെവൺലെയും കോൺവാളിലെയും പോലീസ് പെട്രോളിംഗിനായി സെക്കൻഡ് ഹോം കൗൺസിൽ നികുതി ഉയർത്തുന്നു. കോൺവാളിലെയും ഡെവൺലെയും രണ്ടാമത്തെ വീട്ടുടമകൾക്കായി കൗൺസിൽ നികുതി ബില്ലുകൾ വർദ്ധിപ്പിച്ച് സമാഹരിക്കുന്ന ഫണ്ട് 2 കൗണ്ടികളിലുടനീളമുള്ള പോലീസ് പെട്രോളിംഗ് വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കും. പ്രാദേശിക അധികാരികൾ ഏപ്രിൽ മുതൽ ഹോളിഡേ ഹോമുകൾക്ക് കൗൺസിൽ നികുതി നിരക്കുകൾ ഇരട്ടിയാക്കുമ്പോൾ ഡെവോൺ കോൺവാൾ പോലീസിന് 6 മില്യൺ പൗണ്ട് വരെ ലഭിക്കും. 2024-25 406.5 മില്യൺ പൗണ്ടിൽ നിന്ന് ഫണ്ടിങ്ങിൽ കൗൺസിൽ ടാക്സ് പ്രീസെപ്റ്റ് പേയ്മെന്റുകളും സർക്കാർ ഗ്രാന്റുകളും ഉൾപ്പെടുന്നു. നടപ്പ് സാമ്പത്തിക വർഷം കൗൺസിൽ നികുതിയുടെ 12% പോലീസിന് ലഭിച്ചു. ക്യാൻസർ രോഗനിർണയത്തിൽ നിർണായകമായ ചുവടുവയ്പുമായി NHS. വിവിധ ക്യാൻസർ രോഗങ്ങളുടെ പ്രാരംഭഘട്ടത്തിൽ തന്നെ രോഗം കണ്ടുപിടിക്കുന്നതിൽ രാജ്യം നിർണായകമായ പുരോഗതിയാണ് കൈവരിച്ചിരിക്കുന്നത്. പ്രാരംഭഘട്ടത്തിൽ ക്യാൻസർ നിർണയം നടത്തിയ രോഗികളുടെ എണ്ണം ഇതുവരെ ഉള്ളതിൽ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തിയതായി NHSലെ കണക്കുകൾ കാണിക്കുന്നു. പാൻഡമിക്കിന് മുൻപുള്ള കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം 3% കൂടുതലാണ് ഈ കണക്കുകൾ. രോഗനിർണയം നടത്തിയവരിൽ 1/3 അടിയന്തര ചികിത്സ ലഭിക്കുന്നതിന് 62 ദിവസത്തിൽ കൂടുതലാണ് ഇപ്പോൾ കാത്തിരിക്കേണ്ടി വരുന്നത്. ശ്വാസകോശം, കരൾ ക്യാൻസർ രോഗങ്ങൾ കണ്ടെത്താനായി മൊബൈൽ സ്ക്രീനിംഗ് പ്രോഗ്രാമുകൾ പോലുള്ള സംരംഭങ്ങൾ നടപ്പിലാക്കിയത് വലിയ മാറ്റമുണ്ടാക്കിയതായി NHS ഇംഗ്ലണ്ടിന്റെ ദേശീയ ക്യാൻസർ ഡയറക്ടർ ഡെയിം കാലി പാമർ പറഞ്ഞു. ബ്രിട്ടനിലെ ചാൾസ് രാജാവ് ആദരിക്കുന്നവരുടെ പട്ടികയിൽ മലയാളിയും. ഉപഭോക്തൃ സംരക്ഷണ മേഖലയിൽ നൽകിയ അമൂല്യ സേവനങ്ങൾക്കാണ് ചാനൽ ഗ്ലോബൽ CEO ആയ 55 വയസ്സുകാരിയായ ലീന നായർക്ക് CBES പുരസ്കാരം ലഭിച്ചത്. മലയാളിയായ ലീന നായർ ജനിച്ചതും വളർന്നതും മഹാരാഷ്ട്രയിലെ കോലാപൂർ ആയിരുന്നു. 1992 ഹിന്ദുസ്ഥാൻ യൂണിലിവറിൽ ഒരു മാനേജ്മെന്റ് ട്രെയിനിയായാണ് ലീന നായരുടെ പൂർണ്ണസമയ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. തുടർന്ന് 15 വർഷക്കാലത്തോളം കമ്പനിയുടെ വിവിധ മേഖലകളിൽ സേവനമനുഷ്ഠിച്ചു. ഫാക്ടറിയിലും സെയിൽസ് ഓഫീസിലും കോർപ്പറേറ്റ് ആസ്ഥാനത്തുമൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. 2007 ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡിൽ HR എക്സിക്യൂട്ടീവ് ഡയറക്ടറായി. 2021 ഡിസംബറിലാണ് ഇവരെ ചാനലിന്റെ CEO ആയി നിയമിക്കുന്നത്. 2025 വിവിധ മേഖലകളിൽ നിന്നായി ആചരിക്കാനുള്ളവരുടെ പട്ടികയിൽ 1200-ലധികം ആളുകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൽ 30-ൽ പരം ആളുകൾ ഇന്ത്യൻ വംശജരാണ്. NHS മാനേജർമാരുടെ ശമ്പളം 1.1 ബില്യൺ പൗണ്ടിലധികം വർദ്ധിപ്പിച്ചതായി റിപ്പോർട്ട്. ഇംഗ്ലണ്ടിലെ ആരോഗ്യ സേവനത്തിലെ ജീവനക്കാരുടെ എണ്ണം ഒരു ദശാബ്ദത്തിനുള്ളിൽ 10,000-ആയി വർദ്ധിച്ചപ്പോൾ അതേ കാലയളവിൽ 1150 ക്വാളിഫൈഡ് GPമാർ പോയി. വെയിറ്റിംഗ് ലിസ്റ്റുകൾ, ക്യാൻസർ ചികിത്സ, റെസ്പോൺസ് ടൈം എന്നിവയിലെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ ആശുപത്രികൾ പരാജയപ്പെടുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട്. 83% ബ്രിട്ടീഷുകാർക്കും ആരോഗ്യ സേവനത്തിന്റെ അവസ്ഥയെക്കുറിച്ച് വലിയ ആശങ്കകളുണ്ടെന്നും ലേബറിന്റെ പദ്ധതികൾ വഴി അത് പരിഹരിക്കപ്പെടുമെന്നും സർവേ വഴി വെളിപ്പെടുത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടാൽ NHS മാനേജർമാരെ പിരിച്ചുവിടുമെന്ന് ആരോഗ്യ സെക്രട്ടറി വെസ് ട്രീറ്റിംഗ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എളുപ്പത്തിൽ പടരുന്ന ഹൊറർ ബഗിനെക്കുറിച്ച് NHS മുന്നറിയിപ്പ് നൽകുന്നു. നാഷണൽ ഹെൽത്ത് സർവീസ് UKയിലുടനീളം വിന്റർ വോമിറ്റിംഗ് എന്നറിയപ്പെടുന്ന നോറോ വൈറസ് കേസുകളുടെ ഗണ്യമായ വർധനവിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഛർദി, വയറിളക്കം, വയറുവേദന, ഇടയ്ക്കിടെ പനി, തലവേദന, കൈകാലുകളിലുള്ള വേദന എന്നിവ പോലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് എന്ന രോഗത്തിലേക്ക് നയിക്കുന്ന ഒരു പകർച്ചവ്യാധിയാണ് നോറോ വൈറസ്. ഈ ലക്ഷണങ്ങൾ സാധാരണയായി എക്സ്പോഷർ കഴിഞ്ഞ് 12 മുതൽ 48 മണിക്കൂർ വരെ സിംറ്റംസ് ടിപ്പിക്കലി ഡെവലപ്പ് ചെയ്യുകയും 1 മുതൽ 3 ദിവസം വരെ നീണ്ടു നിൽക്കുകയും ചെയ്യും. നോറോ വൈറസ് ബാധിച്ച വ്യക്തികളെ വീട്ടിൽ തന്നെ തുടരാനും ഈ സമയത്ത് ആശുപത്രികൾ, കെയർ ഹോമുകളോ സന്ദർശിക്കുന്നത് ഒഴിവാക്കാനും നിർദ്ദേശിക്കുന്നു. കൈ ശുചിത്വം പാലിക്കുകയും വ്യക്തിഗത സാധനങ്ങൾ പങ്കിടാതിരിക്കുകയും ചെയ്യുന്നത് പ്രധാനമാണ്. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.